ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ലോക്ക ഹോം കുക്കിങ്ങിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒരു നാടൻ ചിക്കൻ റോസ്റ്റ്. അതിനായി വേണ്ടത് 8 മുതൽ 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, 2 വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ 5 സവാള. അത് വലിയ സൈസായിരിക്കണം. കൂടെ 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ ചിക്കൻ 1 കിലോ, സ്കിന്നോടെയോ സ്കിന്നില്ലാതെയോ, അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്. 3 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള കൂടി ചേർക്കുക. സവാള നന്നായി വഴറ്റി ബ്രൗൺ നിറമാകുമ്പോൾ ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റി എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. കൂടെ 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി കഷ്ണങ്ങളാക്കിയ ചിക്കൻ ആഡ് ചെയ്യേണ്ടതാണ്. പാകത്തിന് ഉപ്പും ചേർത്ത് ആ ചിക്കൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 20-25 മിനിറ്റത്തേക്ക് അടച്ച് വേവിക്കുക. ഇടക്കൊന്ന് തുറന്ന് ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കാനും മറക്കരുത്. മൂടി തുറന്ന് വെച്ച ശേഷം കറിയിലെ വെള്ളം നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ലോക്ക ഫുഡ്സ്.